കോഴിക്കോട് പേരാമ്പ്ര കടിയങ്ങാട് ഫർണിച്ചർ കട തീയിട്ട് നശിപ്പിക്കാൻ ശ്രമം. ഇന്ന് പുലർച്ചെയായിരുന്നു ഈ സംഭവം. കടയുടെ മുന്നിലെ ഷീറ്റ് കത്തി നശിച്ചു. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജന, ആരാണ് ഇതിന് പിന്നിൽ? ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു 2 മണിയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോട് പേരാമ്പ്ര കടിയങ്ങാടുള്ള ഫർണിച്ചർ കടയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഈ കടിയങ്ങാട് പാലത്തിന് സമീപത്തായിട്ടാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. മരപ്പണികളും മറ്റുമൊക്കെ നടത്തുന്ന ഒരു കട കൂടിയാണിത്. ഇത് മരക്കോലുകൾ കൊണ്ട് ഷീറ്റിട്ട നിലയിലുള്ള ഒരു കടയായിരുന്നു. രാവിലെ പുലർച്ചെയാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. കടയുടെ മുൻഭാഗത്തുണ്ടായിരുന്ന ഷീറ്റ് പ്ലാസ്റ്റിക് ഷീറ്റായിരുന്നു. അത് ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. വിനോദ് എന്നയാളുടെ കടിയങ്ങാട് സ്വദേശി വിനോദ് എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള ഒരു കടയാണിത്. ഇയാൾ ആ സമയത്ത് രാത്രിയിൽ കട പൂട്ടി വീട്ടിലേക്ക് പോയതായിരുന്നു. പുലർച്ചെയാണ് സംഭവം ഉണ്ടാകുന്നത്. സമീപത്ത് നിന്ന് പെട്രോളിന്റെ അംശമുള്ള ഒരു കുപ്പി കൂടെ കണ്ടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാരെങ്കിലും കരുതിക്കൂട്ടി ചെയ്തതാണോ എന്നൊരു സംശയം കൂടി ഉണ്ടായിരുന്നു. രാവിലെ ഏതായാലും സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പേരാമ്പ്ര പോലീസിൽ വിവരം അറിയിച്ചിരുന്നു. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ആരാണ് കൃത്യം ചെയ്തതെന്നുള്ളത്. ഈ സ്ഥലത്ത് ഏതാണ്ട് കുറച്ച് നാളുകളായി രാഷ്ട്രീയ സംഘർഷമൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ പോലീസ് പെട്രോളിംഗ് രാത്രികാലങ്ങളിൽ ഇവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് എത്തുകയും ഫയർഫോഴ്സിന്റെ സഹായത്തോടു കൂടെ തീ അണയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും രാവിലെയോടുകൂടി തന്നെ പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ് നടക്കുന്ന കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്.